പാലപ്പറ്റ പള്ളിയുടെ മുമ്പിൽ എത്തിയപ്പോ രണ്ടു കൂട്ടരും കൂടി തർക്കം. പാലപ്പറ്റ പള്ളിയിൽ ഇത് കണ്ടു നിൽക്കുന്നൊരു വയസ്സായ സാധു കുഴഞ്ഞു വീണാണ് മരിച്ചു. അപ്പൊ അച്യുതാനന്ദൻ പറയുന്നത് കേട്ടില്ലേ നിങ്ങള്? ഈ അഹമ്മദിന്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അപ്പൊ അഹമ്മദ് ഡൽഹിയിലാണ്. ആലോചിക്കണം എന്താ ഇതിന്റെ സ്ഥിതി. ഇത് ഇവരുടെ ഒരു സുഖക്കടാണ്. എന്നിട്ട് പറയാണ്, ഞങ്ങളാണ് ഈ രാജ്യത്ത് മനുഷ്യന്മാരെ സ്നേഹിക്കണവര്. ആരാ? സാക്ഷികളെ വരെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് ടീമില്ലേ? ഞങ്ങളെ പ്രവർത്തകൻ ഷാദുലി മരണപ്പെട്ടപ്പോ ഒരുപാട് ആളുകൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ ആ കൊലപാതകം കാണുകയാണ്. പക്ഷെ സാക്ഷി പറഞ്ഞ വകവരുത്തും നിങ്ങളെ ഭീഷണി ഭയന്ന് ആരും സാക്ഷി പറയാൻ തയ്യാറായില്ല. തലശ്ശേരി ജഡ്ജി ആ കേസിന്റെ വിധി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കേസിൽ കണ്ടവരാരും സാക്ഷി പറയാൻ തയ്യാറില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ ഈ കേസിലെ പ്രതികളെ വെറുതെ വിടുന്നു. ദൈവത്തിന്റെ കോടതി ഇവർക്ക് അർഹമായ ശിക്ഷ നൽകട്ടെ. ആ വിധിയിൽ പറയാൻ ദൈവത്തിന്റെ കോടതി ഇവർക്ക് അർഹമായ ശിക്ഷ നൽകട്ടെ. മാർക്സിസ്റ്റ് പാർട്ടി രക്തം കൊണ്ട് കളിക്കണ പാർട്ടിയാ. ഓരോ മുദ്രാവാക്യം തന്നെ അങ്ങനെയല്ലോ. രക്തപതാക സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്. രക്തത്തിൽ കുറഞ്ഞൊരു കച്ചവടമില്ല. ഓരോ തുള്ളി ചോരയിലും 1000 പേരുയരുന്നു. അപ്പോ ഓരോ തുള്ളി ഇങ്ങനെ എത്തിക്കാണ്ടിരിക്കണം. അപ്പോഴേ 1000 പേര് ഇങ്ങനെ പൊന്തിക്കാണ്ടിരിക്കുള്ളൂ. പാർട്ടിയുടെ സമ്മേളനം നടക്കുമ്പോ കണ്ണൂരിൽ ഒരു പ്രത്യേക ചടങ്ങുണ്ടായി. പാർട്ടിക്ക് വേണ്ടി 3 കൊല്ലത്തിനിടയിൽ മരിച്ച 141 സഖാക്കളെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞിട്ടാ യോഗം തുടങ്ങിയത്. 141 ആള്. അടക്കന്റെ കണക്കല്ല ഞാൻ പറഞ്ഞ, ആൾക്കാരെ കണക്കാണ്. 141 സഖാക്കൾ 3 കൊല്ലത്തിനിടയിൽ മരിച്ചു അത്രേ. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ചടങ്ങ്, അവർക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഒരു അനുശോചനം. ഇലാ ഹദ്റത്തി സഖാവ് ശങ്കരനാരായണൻ, സുമ്മ ഇലാ ഹദ്റത്തി സഖാവ് ഗണേശൻ എന്നൊക്കെ സാധുക്കള്. നോക്കൂ, രാഷ്ട്രീയ മനുഷ്യക്കുരുതിക്കുള്ള ബലിത്തറയായി മാറിയ കണ്ണൂരിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾ, വഴിപാടുകളും കൊലപാതകം നാട്ടു നടക്കുക. അങ്ങളാണ് ഞങ്ങളോട് പറയുന്നത്. എന്ത്? ലീഗുകാര് ആളുകളെ കൊല്ലുന്നവരാണ്, അധ്യാപകനെ ചവിട്ടിക്കൊന്നവരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബൈക്കിന്റെ പിന്നിരുന്നിട്ടല്ലേ ബൈജു എന്ന് പറയുന്ന KST അധ്യാപകന്റെ കൂടെ ഈ മാഷ് കീഴിശ്ശേരി ആശുപത്രിക്ക് പോകുന്നത്. അനുജനുമായി സംസാരിക്കുന്നു, ഭാര്യയുമായി സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. രാമനാട്ടുകരക്കും പുളിക്കലിനും ഇടയിൽ വെച്ച് അദ്ദേഹം മരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ആ മാഷ് ഈ പുസ്തകത്തിന്റെ സമരത്തിന്റെ കാര്യത്തിൽ നമ്മളെ കൂടെ. എന്നിട്ട് നമ്മളെ കൂട്ടത്തിലെ ചില സാധുക്കൾ ചെയ്ത പണിയുണ്ടങ്ങള്. വേവുന്ന പുരക്ക് ഊരുന്ന കടുക്കോല് ലാഭം കണക്കെ അഗസ്റ്റിൻ മാസ്റ്റർ മരിച്ച കഥ ഇങ്ങനെ ഡെഡ് ബോഡി വെച്ച് കൈരളി ചാനൽ ആഘോഷിക്കുമ്പോ മഅദനി ഉസ്താദ് വന്നുകൊണ്ടൊരു വേറൊരു പ്രസ്താവന, പാണക്കാട്ടെ തങ്ങള് സമാധാനം പറയണം. പൊന്നു മഅദനി, ഇന്റെ പൊന്നു ശിഹാബ് തങ്ങൾ സമാധാനേ പറഞ്ഞിട്ടുള്ളൂ. പോക്കിരിത്തരം പറഞ്ഞത് താങ്കളാണ് പോക്കിരിത്തരം പറഞ്ഞത്. പാണക്കാട്ടെ തങ്ങൾ ഈ സമുദായത്തെ ആത്മസംയമനത്തിന്റെ താരാട്ട് പാട്ടുപാടിയിട്ട് തൊട്ടിലിട്ടാട്ടുകയാണ് എന്നാ താങ്കൾ പറഞ്ഞത്. ആ ശിഹാബ് തങ്ങള് ഒരു കുഴപ്പത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണോ? അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തിയപ്പോ നിന്റെ ശിഹാബ് തങ്ങൾ അവിടെ വന്നൊരു രംഗുണ്ട്. അതിനെ വർണ്ണിച്ചുകൊണ്ട് കേരളത്തിന്റെ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ പറഞ്ഞൊരു വർത്താനുണ്ട്. മറക്കാൻ പറ്റൂല മഅദനി, കേട്ടോ. MT പറയാൻ, പാണക്കാട്ടെ തങ്ങളെപ്പോലത്തൊരു മഹാൻ കേരളത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് ഞാൻ ഇടക്കിടക്കൊക്കെ ഓർത്തുപോകാറുണ്ടായിരുന്നു. എന്ത്? പാണക്കാട്ടെ തങ്ങളെപ്പോലത്തൊരു മഹാൻ കേരളത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് ഞാൻ ഇടക്കിടക്കൊക്കെ ഓർത്തുപോകാറുണ്ട്. ആ MT വാസുദേവൻ നായരെ തലച്ചോറ് ഈ ചെങ്ങായിക്കില്ലാതെ പോയല്ലോ, പോട്ടെ. ആ MTയുടെ തലയെങ്കിലും ഇയാൾക്കില്ലാതെ പോയല്ലോ, പോട്ടെ. ആ MTയുടെ തലയിൽ മുളച്ചൊരു രോമമെങ്കിലും മഴതനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ സമുദായം എത്ര ധന്യമായിരുന്നു. പിന്നെ മൂപ്പര് അടുത്ത പ്രസ്താവന എന്താ? പുസ്തകത്തിലെ മതനിന്ദയേക്കാൾ മാരകം കൊലപാതകം. പുസ്തകത്തിലെ മതനിന്ദയേക്കാൾ മാരകം കൊലപാതകം. ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ കാണുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ദല്ലാൾ പണിയെടുക്കുകയാണ് ഇവരൊക്കെ. ഞാൻ ചോദിക്കുന്നു, പുസ്തകത്തിലെ മതനിന്ദയേക്കാൾ മാരകം കൊലപാതകം അല്ല മഅദനി. കൊലപാതകത്തിനായി ഭയങ്കരം വേറൊന്നുണ്ട്. കൊലപാതകത്തെക്കാളും ഭയങ്കരം അൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽന. കൊലപാതകത്തിനേക്കാളും ഭയങ്കരം ഫിത്നയാണ് മഅദനി. ഫിത്ന നിങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ്. ഞങ്ങളെ കുട്ടികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പുസ്തകം കത്തിക്കാനായിട്ട് പോയതല്ല.
ഈ നാട്ടിലെ പീടിക കുത്തി തുറക്കുന്ന, എല്ലാ വീട്ടിലും കോഴിനെ കക്കുന്ന, ആഭരണം കക്കുന്ന ഒരുത്തൻ, ആ ഒരുത്തനെതിരെ ഈ മഹൽ ഒന്നായിട്ടൊരു ധർണ നടത്തുന്ന കൂട്ടുക അങ്ങാടിയിൽ. അപ്പോ അങ്ങനെ വരിക, തൈലം തേച്ചിട്ട് അതിന്റെ നടുവ് കൂടി എന്താ ഉണ്ടാകുക? മീസ വെച്ച ആൺകുട്ടികൾ അതാണ് തെളിയിക്കും അല്ലേ? എന്തുണ്ടായി? അങ്ങോട്ടൊരു വണ്ടി വരാത്ത സ്ഥലത്തേക്ക് ഈ സാമൂഹ്യപാഠ ബുക്കേറ്റ് എന്താ വരാൻ കാരണം? ആ ലോറിയിൽ കൊണ്ടുവരുമ്പോ ഇങ്ങനെ കിലോ 10 എന്ന് പറഞ്ഞ് വന്നതാ. അതിനിടയ്ക്ക് ഈ പുസ്തകമായിട്ട് വരുമ്പോ ഒരു പ്രകോപനം സൃഷ്ടിക്കാനല്ലേ? ഞങ്ങളെ കുട്ടികൾക്കൊരു സ്വഭാവം ഉണ്ട്, നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ഇത്ര മോശക്കാരാണോ? രാഘവനോടുള്ള ദേഷ്യം തീർക്കാൻ പാപ്പിനിശ്ശേരിയിലെ വിഷചികിത്സാ കേന്ദ്രത്തിന് തീ കൊടുത്ത് മൂർഖൻ പാമ്പിനെയും അതേപോലെ വിവിധ പാമ്പുകളെയും കൊന്നവരാ നിങ്ങൾ. നിങ്ങളാ പറയുന്നത് എന്ത്? ഹായ്, അങ്ങനെ കരിക്കാൻ പാടില്ല. എന്താ ഇതിന്റെ കാരണം? ഇവരാണ് സാധാരണ കരിച്ചലേ, എല്ലതും ഇവരാ കരിക്കല്. ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരു ചങ്ങായി എന്നും വാപ്പാനെ തല്ലും. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദിവസം വെള്ളിയാഴ്ച ഓൻ അറിഞ്ഞത് മഹലിന്റെ ജനറൽ ബോഡിയിൽ വാപ്പാനെ ആരോ അടിച്ചു. ആദ്യം തന്നെ ഓനക്കാ ദേഷ്യം പിടിച്ചത്. ഓൻ വന്നിട്ടൊരു വെല്ലുവിളിയാണ്, ആരാണ് എന്റെ വാപ്പാനെ തല്ലുന്നത്? ഓണ്ടാവുമ്പോ പിന്നെ ആരാ തല്ലലെന്ന്? ഓനാ സാധാരണ തല്ലല്ലേ. മാർക്സിസ്റ്റ് പാർട്ടി ആരാടാ പുസ്തകം ചുട്ടുകരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മായതനി, താങ്കൾക്ക് പാണക്കാട്ട തങ്ങളെ കർഷകാരൻ കിട്ടിയൊരു ചാൻസ് ആയിരുന്നു ഇത്. പക്ഷേ താങ്കൾക്ക് വികാരം കൊള്ളാൻ കിട്ടിയ നല്ലൊരു സമയം ഉണ്ടായിരുന്നു. ഏതാ സമയം എന്നറിയോ? CPM-ന്റെ ഒരു MLA ഈ പുസ്തകം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞു, പുസ്തകം കത്തിക്കല്ലോ. പണ്ട് ഖലീഫ ഉമർ അലക്സാൻഡ്രിയ ലൈബ്രറി കത്തിച്ചിക്കണല്ലോ. ആ അലക്സാൻഡ്രിയ ലൈബ്രറി കത്തിക്കാൻ ഖലീഫ ഉമറിന് പ്രചോദനമായത് ഖുർആനാണല്ലോ. ഓ മായതനി, താങ്കളെ പഴയ കേസറ്റ് ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല. ഉമർ എന്ന് കേൾക്കുമ്പോ രോമമെടുത്തു പിടിക്കുന്നൊരു രംഗണ്ട് അങ്ങയുടെ പഴയ കേസറ്റിൽ ലേ. അലി ഇബ്നു അബീ ത്വാലിബിന്റെ പുലിക്കുട്ടികളെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സിംഹക്കുട്ടികളെ. കേസറ്റ് മറക്കാൻ പറ്റുമോ? ആ ഖലീഫ ഉമറിന്റെ പേരിൽ ഈ സമുദായത്തെ വികാരം കൊള്ളിച്ചിട്ട് ഒരു യുദ്ധത്തടവുകാരെ പിടിച്ച കഥ മായതിന് ഒരു കേസറ്റിൽ പറയുന്നുണ്ട്. എന്താ? ഒരുത്തരെ മറ്റോ വെട്ടുക. അങ്ങനെ ഓരോരുത്തരെ വെട്ടിക്കഴിഞ്ഞാൽ അവസാനം ഒരാള് ബാക്കിയാകും. അവരാര് വെട്ടും? മായതിനി ഉഷാറിൽ പ്രസംഗിക്കുകയാണ്. ഉമർ പറഞ്ഞു, പത്രേ, ഞാൻ അയാളെ വെട്ടും. അതാണ് മക്കളെ ഉമറിന്റെ മദ്ഹബ്. അത് തന്നെയാണ് മക്കളെ ISS-ന്റെയും മദ്ഹബ് എന്ന് പറഞ്ഞാളാ മൂപ്പര്. ആ ഖലീഫ ഉമറിനെ മോശാക്കിയിട്ട് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു MLA പറഞ്ഞപ്പോ ഈ സാധുവിന് മിണ്ടാട്ടുണ്ടായില്ല. ഞാൻ പറയുന്നു, താടിയും തൊപ്പിയും വെച്ച രാഷ്ട്രീയക്കാരനായ മായതനി രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ കണ്ട് പഠിക്കണം അല്ലേ? വട്ടമേശ സമ്മേളനം നടക്കുമ്പോ ആരുടെ ഭരണമാണ് ഇന്ത്യക്ക് അഭികാമ്യം എന്ന് ചോദിച്ചപ്പോ ഖലീഫ ഉമർ എങ്ങനെ നാട് ഭരിച്ചുവോ ആ ഭരണമാണ് ഇന്ത്യക്ക് അഭികാമ്യം എന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ ഇഖ്ലാസ് പോലും താങ്കൾ ഈ കാര്യത്തിൽ കാണിക്കാതെ പോയത് വല്ലാത്ത കഷ്ടായിപ്പോയി.